കൊള്ളത്തില്ല. സ്റ്റോറിയൊക്കെ സ്റ്റോറിയൊക്കെ രസമില്ല. അങ്ങനെ സെക്കൻഡ് ഹാഫ് നല്ല ലാഗ് സ്ലോയും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കുഴപ്പമില്ല, മൊത്തത്തിൽ ഒരു രസമില്ല. എങ്ങനെയെങ്കിലും തീർന്നാൽ മതി എന്നുള്ള ഒരു ഫീലായിരുന്നു. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. പുള്ളിയുടെ ബെസ്റ്റ് പെർഫോമൻസ്. ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു, കാണാനും ഓക്കെ. പടത്തിലൊരു ദുരൂഹതയുണ്ട്. കുഴപ്പമില്ലെന്നേ ഉള്ളൂ. പടം കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ല. ഒരു പൊളിറ്റിക്കൽ സറ്റയർ പോലത്തെ സിനിമയാണ് അത്. കോമഡി, ഫസ്റ്റ് ഹാഫ് കോമഡി ഒക്കെ ആയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് കുറച്ച് സ്ലോ ആണ്, പക്ഷെ കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കുക. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും കൊള്ളാം. ചാക്കോച്ചനെ കൊള്ളാം, ദിലീഷ് പോത്തൻ കൊള്ളാം, എല്ലാവരും കൊള്ളാം. നല്ല ആക്ടിങ് ആയിരുന്നു. കുഴപ്പമില്ല, നല്ല പടം. കുഞ്ചാക്കോവൻ പൊളിച്ചു. കുഞ്ചാക്കോന്റെ പെർഫോമൻസ് മാത്രം കൊള്ളാം. സ്റ്റോറിയൊന്നും ഒന്നുമില്ല, ഒരു ആവശ്യമില്ലാത്തൊരു പടം. എന്തിനു വേണ്ടി തിളച്ച സാമ്പാർ? കുഞ്ചാക്കോന്റെ പെർഫോമൻസ് മാത്രം കൊള്ളാം. ദുരൂഹതയുണ്ടോ? ഒരു ദുരൂഹതയില്ല, ഒരു വൃത്തിയുടെ പടം. കുഴപ്പമില്ല. ഒരു വെറൈറ്റി പടമാണോ? കൊള്ളാം, കുഴപ്പമില്ല. ഒരു വെറൈറ്റി ആണോ? അതെ അതെ, നല്ല പടം. പടത്തിനൊരു സ്റ്റോറി ഇല്ല, ഒരു പ്രത്യേകിച്ച് സ്റ്റോറി ഒന്നും ഇല്ല. കണ്ടുനോക്കാം, അപ്പോൾ മനസ്സിലായി. നല്ല സിനിമ, എനിക്കിഷ്ടപ്പെട്ടു. നല്ല സിനിമയായിട്ട് തോന്നി. പ്രത്യേകിച്ച് ചാക്കോച്ചൻ്റെ അഭിനയം ഒരു വ്യത്യസ്തമായ രീതിയിൽ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ദുരൂഹത സിനിമ കണ്ടു നോക്കുക, ദുരൂഹത ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഒരു ദുരൂഹ സാഹചര്യം കണ്ട നല്ല മൂവിയാണ്. എൻഗേജിങ് ആണ്, സ്റ്റോറി ഉണ്ട്, പൊളിറ്റിക്സും കൺവേ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോമഡിയും ഒരേ വേവ് ലെങ്ത്തിൽ പോകുന്നത്. ദുരൂഹത, ചെറിയൊരു ദുരൂഹത ഉണ്ടെന്ന് പറയാം. നമ്മൾ ട്രെയിലറിൽ തോന്നുന്ന പോലൊരു ഇതല്ല, ഫീലല്ല മൂവിയിൽ കാണാം. മൂവിയിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഹിഡൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ പറഞ്ഞാൽ സ്റ്റോറി അതുപോലെയല്ല. പക്ഷേ ഇന്നത്തെ കേസുകളിലെന്ന് പറഞ്ഞാൽ രതീഷ് പൊതുവെ പൊളിറ്റിക്സും ഹ്യൂമറും ഒരുപോലെ വേവ് ലെങ്ത്തിൽ പറയേണ്ട കാര്യം കൺവേ ചെയ്യുന്നുണ്ട്. അതുപോലെ തോന്നി ഇതിലും. അഭിനയത്തിൽ ദിലീഷ് പോത്തൻ, ലൈക്ക് ദിലീഷും കുഞ്ചാക്കോ ഉണ്ട്, പക്ഷെ ദിലീഷ് പോത്തനാണ് കുറച്ചുകൂടെ മെയിൻ ക്യാരക്ടർ. ഉണ്ട്, എൻഗേജിങ് ആണ്. പിന്നെ കോമഡി ആണെങ്കിലും വർക്ക്ഔട്ട് ആയിട്ടുണ്ട് ഇതിൽ. കുറച്ച് കോമഡീസ്, കുറേ കോമഡി ഒന്നും ഇല്ല, എന്നാലും കുറച്ച് ഡയലോഗ്സ് ഒക്കെ നല്ല രസമാണ് കേൾക്കാൻ. നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ ഇങ്ങനത്തെ മൂവീസ് ഇതിൽ കുറച്ചുകൂടെ നമുക്ക് ഇമോഷണലിയും കണക്ട് ആവാം. ബോണ്ടൊക്കെ, ഐ മീൻ ബ്രദർഹുഡ് ബോണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ കുറച്ചുകൂടെ ആ ബോണ്ടിനൊക്കെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർ കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു, ആ ഒരു ബ്രദർഹുഡ് ബോണ്ടും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു എന്താ പറയുക, അവരുടെ ഒരു ഫാമിലിക്ക് തന്നെ കുറച്ച് ട്രോമയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു സെന്റിമെന്റലും ഉണ്ട് ഇതിൽ. കോമഡിയും ഫുള്ളെന്ന് പറയാൻ പറ്റില്ല, സെന്റിമെന്റൽ ഒരു ത്രില്ലർ ഡ്രാമ എന്ന് പറയാം. അങ്ങനെയാണ്. കുഴപ്പമൊന്നുമില്ല പടം. വലിയൊരു ദുരൂഹത എന്ന് പറയാനൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. വെറൈറ്റി പടം, അത്രേ ഉള്ളൂ. വെറൈറ്റി എന്ന് പറയാനില്ല, കണ്ടിരിക്കാം. ഓഡിയൻസ് ഫുള്ളായിട്ട് കണ്ടിട്ടേക്കോളുന്നില്ല, എന്നാലും ചിലർക്ക് കണ്ടിട്ടാവും, ചിലർക്ക് കണ്ടിട്ടാവും.